ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് കോയമ്പത്തൂരിലുള്ള ഒരു കോളേജിലെ 9 പേരടങ്ങുന്ന വിദേശ വിദ്യാർത്ഥി സംഘം ശക്തമായിട്ടുള്ള തിരയിൽപ്പെട്ട് ഇവരിൽ 2 പേരെ കാണാതാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. യമൻ സ്വദേശികളാണ് കാണാതായത്. ഈ വന്ന 9 പേരിൽ 7 പേരും യമനിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. ബാക്കി 2 പേരായിട്ടുള്ള സുഡാനിൽ നിന്നുള്ള 2 വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. അവർ ഈ ശക്തമായിട്ടുള്ള തിരയിൽപ്പെട്ട് പോവുകയായിരുന്നു. ശേഷം അവരെ കണ്ടെത്തിയില്ല. ഇപ്പോൾ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണ്. ആ സംഭവ സമയത്ത് ഇവിടെ പ്രദേശത്തുണ്ടായിരുന്ന കുറച്ച് ആളുകളാണ്, ദൃക്സാക്ഷികളായിട്ടുള്ളവരാണ് ഉണ്ടായിരുന്നത്. 12 മണി കഴിഞ്ഞ് അവരോട് കുളിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ കുളിച്ച് അവരുടെ ഒച്ചയായിട്ടാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ വലിയ വെള്ളാരണം അകന്നകന്ന് പോണായിരുന്നു അവർ. അപ്പോൾ 7 പേര് കരയിലേക്ക് കയറി ഇവർ ഞങ്ങൾ വലിഞ്ഞു പോകണുണ്ട്. അപ്പോൾ 2 പേർക്ക് നീന്തി കയറാൻ പറ്റിയില്ല. ഒരാൾ അവശതയപ്പോൾ കാല് കുത്തി ഒരാൾക്ക് നിൽപ്പ് കിട്ടിയതാണ്. പക്ഷേ അതിൻ്റെ പുറകിൽ തിര വന്നിടിച്ചപ്പോൾ ആൾ താന്നു പോയി. അതിൻ്റെ കൂട്ടത്തിൽ അപ്പുറത്തുണ്ടായിരുന്ന ആളും താഴേക്ക് പോകണം. പിന്നെ പൊന്തിയില്ല. ഞങ്ങൾ ഇറങ്ങാൻ ശ്രമിച്ചെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല. തിര ഭയങ്കര കൂടുതലായിരുന്നു. ബോയയും റോപ്പൊക്കെ കെട്ടി ഇറങ്ങാൻ നോക്കി, പറ്റിയില്ല. പക്ഷേ കുളിക്കാൻ ഇവിടെ അരിയത്തുനിന്ന് കുളിച്ചതാണ് അവർ. പക്ഷേ ഈ വലിവിനനുസരിച്ച് അവർ അങ്ങോട്ട് പോയത് അവരും അറിഞ്ഞിട്ടില്ല. പുള്ളിയുടെ ശ്രദ്ധയിൽ അവർ വിട്ടുപോയത്. അകന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് അവർ ഒച്ചപ്പാടും വെള്ളം തുടങ്ങി. 2 പേർക്ക് നീന്തി കയറാൻ പറ്റില്ല. 7 പേര് കരയിലേക്ക് കയറി. 2 പേര് അകന്ന് തന്നെ പോയി. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. ശനി ഞായർ ദിവസങ്ങളിൽ ഭയങ്കര തിരക്കാണ്. ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സേഫ്റ്റി ഗാർഡ് വേണമെന്ന് തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായം. എന്ന് വെച്ചാൽ ഇതിനു മുന്നേ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിദേശ വിദ്യാർത്ഥികളാണ് ഇവരിങ്ങനെ റീൽസും മറ്റും കണ്ട്, ഈ സോഷ്യൽ മീഡിയയിലുള്ള റീൽസും മറ്റും കണ്ട് കോയമ്പത്തൂരിൽ നിന്ന് ഈ ബീച്ച് ആസ്വദിക്കാനായി എത്തിയതായിരുന്നു. അപ്പോൾ ഇവർക്ക് ഈ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ ഇവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു, ഇറങ്ങരുത് എന്നുള്ളൊരു വിവരം പറഞ്ഞിരുന്നു. പക്ഷേ ഭാഷയുടെ എല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വന്നതുകൊണ്ട് തന്നെ അവർക്കത് മനസ്സിലായില്ല. അങ്ങനെയാണ് അവർ 2 പേർ ഇവിടെ പെട്ടത്. ഈ 5 വർഷത്തിനിടയിൽ 7ാമത്തെ ജീവനാണ് അപകടത്തിൽപ്പെടുന്നത്. കടലിലിറങ്ങരുത്, കടൽ അപകടകാരിയാണ് എന്നുള്ള ബോർഡ് വെച്ചിട്ട് പോലും ആ നിർദ്ദേശങ്ങളെല്ലാം മറികടന്നുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള പ്രദേശവാസികളടക്കം അവരോട് കടലിലിറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് പോലും അതെല്ലാം ധിക്കരിച്ചുകൊണ്ട് ഇന്നും കടലിലിറങ്ങുന്ന കാഴ്ച ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് ഒരു ലൈഫ് ഗാർഡിനെ പ്രോപ്പറായിട്ട് ഈ ബീച്ചുകളിൽ നിയോഗിക്കുക. നാട്ടുകാർ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ ഈ വരുന്നവരും തയ്യാറാവുന്നില്ല. വിനോദസഞ്ചാരത്തിന് എത്തുന്ന പലരും അതിലൊരു വിമുഖത കാട്ടുന്നു. അതുപോലെ തന്നെ ഈ ലൈഫ് ഗാർഡും മറ്റു സുരക്ഷാ സന്നാഹങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും എല്ലാം വേണമെന്നൊരു ആവശ്യവും അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന മറ്റു കുട്ടികളെ അവർ ഇവിടെ സമീപത്ത് തന്നെയുള്ള മറ്റൊരു സുരക്ഷിതമായിട്ടുള്ള റൂമിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ആന്റണി ഗ്രിഗറിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.